അപ്പൊ അതാണ് പരാതി, ഗാർഹിക പീഡനം. അതെ. പേര് സ്മിത അല്ലേ? അല്ല, രാമൻകുട്ടി. കുട്ടിയുടെ കാര്യമാ. ആ, അത് സ്മിത. 6 മാസം മുമ്പായിരുന്നു കല്യാണം നടന്നത്. കടം വാങ്ങിച്ചും സ്വത്തുവകകൾ വിറ്റുമൊക്കെയാ അന്നത് നടത്തിയത്. അതിന് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. ഇയാളെന്തോ സാറേ നെടുമുടി വേണമെന്ന് പഠിക്കുകയാണ്? അതെ, നിങ്ങൾ ഈ അവാർഡ് സിനിമ പോലെ സംസാരിച്ചോണ്ടിരിക്കാതെ വേഗം കാര്യം പറ ചേട്ടാ. എന്റെ സാറേ, ഗൾഫുകാരനെന്ന് പറഞ്ഞ തെണ്ടിയുമായിട്ടുള്ള കല്യാണം. ഇപ്പൊ ന്യൂ ജനറേഷനായി. 3 ലക്ഷം രൂപയും 51 പവനും ആ ദ്രോഹിയും വീട്ടുകാരും വാങ്ങിച്ചു. എന്നിട്ടിപ്പോ സ്ത്രീധനം പോരാന്ന് പറഞ്ഞ് അടിയും വഴക്കുക. അമ്മായിയമ്മ ഓരോന്നും പറഞ്ഞു കൊടുത്ത് ഏട്ടൻ എന്നെ തല്ലും എല്ലാ ദിവസവും. ഇവളിപ്പം കുറച്ചു ദിവസമായിട്ട് വീട്ടിലാ സാറേ. കുട്ടി കരയാതിരിക്കൂ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം കയറി അമ്മായിയമ്മ ഇടപെടും. അവര് പറയുന്ന മാത്രം ചേട്ടൻ കേക്കൂ. ഇവനൊക്കെ എന്തിനാണാവോ കല്യാണം കഴിക്കുന്നത്? സ്ത്രീധനം വാങ്ങിക്കാൻ. കല്യാണം കഴിഞ്ഞ പിന്നെ ഗൾഫിൽ പോയില്ല. ചോദിച്ചപ്പോ പറയാ വേറെ വിസ വരാൻ കാത്തിരിക്കുകയാണെന്ന്. എന്റെ സാറേ, ഇവനൊക്കെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ഗൾഫിൽ പോണവന്മാരാ. വലിയ ആർഭാടമായിട്ട് ഒരു വീട് വന്ന് വെക്കും. കല്യാണത്തിന്റെ തലേ ദിവസം ജപ്തി നോട്ടീസും വരും. അവിടെ വന്നായിരുന്നു. കണ്ടോ സാറേ, കണ്ടോ? കൊള്ളാലോ. ഇവളെ പുറത്തൊന്നും അവൻ കൊണ്ടുപോയില്ല. എല്ലായിടത്തും അമ്മയും മോനും കൂടെ പോകും. പുലിമുരുകൻ സിനിമ പോലും എന്നെ കാണിച്ചില്ല. അവർ രണ്ടുപേരും കൂടിയാ പോയത്. എന്റെ സാറേ, കൊടുത്ത ആ സ്വർണവും പണവും തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഇവൾക്ക് എന്തെങ്കിലും ഒരു ജീവിതമാർഗം കണ്ടെത്താമായിരുന്നു. എന്തായാലും നിങ്ങൾ സമാധാനമായിട്ട് പോക്കണം. ഞാൻ ഈ പരാതി അന്വേഷിക്കട്ടെ. ശരി സാർ, പോയിട്ട് വരൂ. പിന്നെ സാറേ, എന്റെ മോളെ ഉപദ്രവിച്ചേനെ അവനും അവന്റെ തള്ളയ്ക്കും നല്ല 4 ഇടി വെച്ചു കൊടുക്കണം. വെറുതെ വേണ്ട, നല്ല കൈക്കൂലി തരാം. കൈക്കൂലിയാ? വേണ്ടെങ്കി വേണ്ട, പക്ഷേ 4 തല്ല് കൊടുക്കണം. വാ മോളെ. ഇയാള് കൊള്ളാലോ. മരുമോനെ തള്ളിക്കാൻ നടക്കുന്നു. കാശിന്റെ ഇച്ചിരി ഹുങ്കുണ്ട്. അങ്ങോട്ട് ആഞ്ഞി കളിക്ക് മനുഷ്യ. 2 വെട്ട് വെട്ടിപ്പോഴേക്കും അണയ്ക്കണ കണ്ടില്ലേ? ഇനിയിപ്പോ നാളെ കളച്ചാലോ? ഒരു രക്ഷയില്ല. ഇന്ന് ഈ പറമ്പിലെ തെങ്ങിന് മുഴുവൻ തടം എടുക്കാതെ നിങ്ങളെ ഞാൻ വിടില്ല. സമയം കളയാത്ത കിളക്കി മനുഷ്യ. കാളിയമ്മ, നിങ്ങള് രതീഷല്ലേ? അതെ, ഞാൻ കാളിയമ്മന്ന് കാണാൻ വന്നതാ. മതില് ചാടിയാണോ രതീഷ് ഒരു ക്ലാസ്മേറ്റിനെ കാണാൻ വരുന്നത്? ഗേറ്റ് തുറക്കാനുള്ള സമയം കിട്ടിയില്ല. പുറകെ പോലീസുകാരുണ്ട്. പോലീസോ? മോഷണോ പിടിച്ചു പറയോ? ഏതാ ഐറ്റം? അതൊരു വലിയ കഥയാ. ഇത്തിരി വെള്ളം തന്നാ പറയാം. വാ. ഇതെന്റെ കൂടെ കോളേജിൽ പഠിച്ച ഫ്രണ്ടാ രതീഷ്. ഹലോ. എനിക്കെതിരെ ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടാവുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തോക്കെടുക്കാൻ അകത്തോട്ട് ഓടിയതാ. പിന്നത് വേണ്ടാന്ന് വെച്ചു. ബൈ ദ ബൈ, കോളേജ് ക്ലാസ്മേറ്റ് എന്തിനാണ് മതില് ചാടി വരുന്നത്? അതാണ് പ്രശ്നം. ബുദ്ധിയുള്ള ആരെങ്കിലും കല്യാണം കഴിക്കൂ എന്റെ രതീഷേ. അല്ലെങ്കിൽ പിന്നെ കാളിയെ പോലെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളൊരു പെണ്ണായിരിക്കണം. സാറിന്റെ ഭാഗ്യം. ഈ പണ്ടാരത്തിനെ തലയെ ചമക്കുന്നതിന്റെ ഗതികേട് എനിക്ക് മാത്രം അറിയൂ. സ്മിത അവളുടെ പേര്. സ്മിത എന്ന് പറയുമ്പോ ഈ സിൽക്ക് സ്മിതയാണോ? അല്ല, ഈ സ്മിത എന്ന് പറയുമ്പോ കേരളത്തിൽ അതാണല്ലോ ഫേമസ് ആയിട്ടുള്ള സ്മിത. വേറെ ഒരുപാട് സ്മിതകളുണ്ട്, നിങ്ങൾ അറിയാൻ മേലഞ്ഞിട്ടാ. 5 ലക്ഷം സ്ത്രീധനം അമ്മ ചോദിച്ചേ. 3 ലക്ഷം അവര് തന്നോളൂ. ഈ പണ്ടാരത്തിനെ കെട്ടിയിട്ടൊരു മൂക്കുപ്പൊടിയുടെ അടപ്പോലും കിട്ടിയിട്ടില്ല. അതിന്റെ വിരോധത്തിൽ അമ്മ എന്തെങ്കിലും പറയും, അത് അവൾ ഏറ്റുപിടിക്കും.
അവസാനം ഞാൻ അവളെ തല്ലും. അവളുടെ കാശം മേടിച്ച് വെച്ചിട്ട് അവളെ തന്നെ തല്ലണം. മിടുക്കൻ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഗൾഫിൽ പോകാനും പറ്റിയിട്ടില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഗൾഫുകാരുടെയും വിസ ക്യാൻസൽ ആവും. അവളിപ്പോ വീട്ടിലാ. എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുക, അതും കൊന്നത്തടി സ്റ്റേഷനിൽ. കൊന്നത്തടി സ്റ്റേഷനിലോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾ പിന്നെ ഒന്നും അറിയത്തില്ലല്ലോ. പോലീസ് എന്നെ തപ്പി 2-3 പ്രാവശ്യം വീട്ടിൽ വന്നു. അമ്മയാ പറഞ്ഞ മുങ്ങിക്കോളാൻ. നല്ല ബെസ്റ്റ് മാം. അപ്പോഴാ ഞാൻ കാളിയമ്മയുടെ കാര്യം ഓർത്തെ. ഇങ്ങോട്ട് വരുന്ന വഴി ഒരു പോലീസ് ജീപ്പ് കണ്ട് പേടിച്ചാ ഞാൻ മതിൽ ചാടി. എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. ഈശ്വരോ, 10 കാശ് കിട്ടാനുള്ള വഴി തെളിഞ്ഞു. ഈ കേസ് ഗാർഹിക പീഡനവും സ്ത്രീ പീഡനവുമായ സ്ഥിതിക്ക് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ സാറിനോടല്ല പറഞ്ഞേ, കാളിയമ്മയോടാ പറഞ്ഞു. പ്ലീസ് കാളിയമ്മ, കാളിയമ്മ ഈ കേസിലൊന്ന് ഇടപെടണം. കാളിയമ്മ പറഞ്ഞ സാർ ഏത് കേസും പുഷ്പം പോലെ ഒതുക്കുമെന്നറിയാം. ഈ കേസ് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട്. എന്ത് കോംപ്ലിക്കേറ്റഡ്? സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണത്തിനൊക്കെ ഇപ്പൊ വലിയ ശിക്ഷയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കൈക്കൂലി വാങ്ങിച്ചിട്ടല്ലേ കള്ളന്മാരെയും കൊലപാതകളെയും പുഷ്പം പോലെ കേസിൽ നിന്ന് ഉരുവിടുന്നത്? പിന്നെന്താ? അതാണ്. പക്ഷേ അതുപോലെ തന്നെയാ ഇതും. രതീഷിന് ഈ കേസിൽ ഒരു കുഴപ്പം വരാൻ പാടില്ല. പറഞ്ഞു കേട്ടല്ലോ. ആയിക്കോട്ടെ, പിന്നെന്താ, ഒരു കുഴപ്പമില്ല. രതീഷ് പേടിക്കണ്ട, ഈ കേസ് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. വളരെ ഉപകാരം കാളിയമ്മേ. നിങ്ങൾ പേടിക്കണ്ട. എന്തുവാ സാറേ? ആ കോത പറയുക, രതീഷ് പേടിക്കണ്ട, കേസ് ഒതുക്കാന്ന്. അവളുടെ അച്ഛന്റെയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണോന്ന്. ഈ ഡയലോഗ് സാർ അവിടെ ചോദിക്കണമായിരുന്നു. എന്നാ പിന്നെ അവന്റെ മുമ്പ് വെച്ച തല്ലും കൂടെ കിട്ടിയേനെ. സാറ് നാറി. അല്ല, അവന്റെ മുന്നിൽ സാർ നാറി എന്ന് പറഞ്ഞതാ. അവൻ വേണമെങ്കിൽ ഒരു കൊലപാതകം ചെയ്തോട്ടെ, എന്നിട്ട് അവൻ കുറച്ച് കൈക്കൂലിയും കൊണ്ടുവന്നിട്ട് ഷിജു സാർ എന്നെ രക്ഷിക്കണോന്ന് പറഞ്ഞാ നമ്മൾ പുഷ്പം പോലെ അവനെ ഊരി വിടത്തില്ലേ? ഇതിപ്പോ അങ്ങനെയാണോ? കണ്ട പെമ്പുള്ളരെന്ന് കാശും മേടിച്ച് അവരെ തല്ലി പണ്ടാറടക്കി എന്റെ മുന്നിൽ വന്നിട്ട് എന്റെ ഭാര്യയോട് പറയുന്നു ഈ കേസ് ഒതുക്കണമെന്ന്, അതും ഓസിന്. അപ്പൊ ഞാൻ ആരായി? ശശി, ഇന്റർനാഷണൽ ശശി. വേറെ ശശിയല്ല, പോലീസ് യൂണിഫോം ഇട്ട ശശി. സാറേ, എന്ത്? അവൻ ഇത്രയും സാമർഥ്യം കാണിച്ച സ്ഥിതിക്ക് ഇനി അവൻ ഇട്ടൊരു പണി കൊടുത്തിട്ട് സാർ ഈ കേസ് ഏറ്റെടുത്താ മതി. എന്തായാലും ഏക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. സാറേ, ഒരു ഐഡിയ ഉണ്ട്. അതായത് അത് കൊള്ളാം. അതെ സാറേ, അവൻ അങ്ങനെ ബോസിന് ഊരണ്ട. അവൻ കാളിയന്റെ ഫ്രണ്ട് ആയാലും ഏത് വേട്ടാവളിന്റെ ഫ്രണ്ട് ആയാലും അവൻ ഇപ്പൊ ഊരണ്ട. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. എടോ, ദിലീപിന്റെ പടമല്ലേ? അയ്യോ, തോൽവിയല്ലേ, വിജയിച്ച പടമാണ്. പടം വിജയിച്ചു, പക്ഷെ സാറ് ഞങ്ങളെ തോപ്പിച്ചോണ്ടിരിക്കല്ലേ. ഏതായാലും ഞാൻ അവനൊന്ന് വിളിക്കണം സാറേ. ഹലോ, രതീഷ് അല്ലേ? ഞാൻ CI ഷിജുവാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഓ, ഒരു പ്രശ്നമില്ലെന്നേ. കാളി പറഞ്ഞ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ കട്ട ഫ്രണ്ട്സ് അല്ലേ? പിന്നെ അറിയാലോ, SI ദിനേശൻ നിന്നെ തപ്പി നടക്കുക. ഇനിയും തന്നെ കണ്ടില്ലേ, കണ്ടാൽ ഉടനെ വെടിവെക്കാനുള്ള ഓർഡർ മേടിക്കാൻ പോകുന്ന ഞാൻ അറിഞ്ഞേ. പേടിക്കണ്ട, താൻ കാളിയുടെ ഫ്രണ്ട് അല്ലേ? ഇനി താൻ സ്റ്റേഷനിലോട്ടൊന്ന് വരണം. ഞാനവിടെ കാണത്തില്ല, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. SI ദിനേശനെ കണ്ടാ മതി. ഒക്കെ ഞാൻ പറഞ്ഞിട്ടാ വന്നത്. പിന്നെ എന്ത് ചോദിച്ചാലും CIയുടെ ഗമയിലെ സംസാരിക്കാവൂ. പിന്നെ അവിടെ കുറച്ച് പോലീസുകാരുണ്ട്, ഒക്കെ മണ്ടന്മാരാന്നേ. ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതനുസരിച്ച് വേണം അവരോട് സംസാരിക്കാൻ. ഇങ്ങനെ സംസാരിച്ച് എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. പറയുന്നത് പോലെ തന്നെ പറയണം. കാശ് എത്രയായി? 14 രൂപ. ഈ ഊള ചായക്ക് 7 രൂപയെ. ഇതിനകത്ത് കുറച്ച് പാലും പഞ്ചസാരയൊക്കെ ചേർക്കാം കേട്ടോ. ഇവിടെ 2000 ചില്ലറ ഉണ്ടോ? അയ്യോ, ഇല്ല സാർ. കാർഡ് ഒരയ്ക്കുന്ന വിഷയം ഉണ്ടോ എന്റെ കടയിൽ? ഇല്ല സാർ. ഓക്കെ. അപ്പൊ ഒന്നും ഇല്ല അല്ലേ? അവന്റെ കാര്യം ഓക്കെ ആയി. സാറേ, ഇയാൾക്ക് ചായയുടെ കാശ് വേണമെന്ന്. കടയിലാണെങ്കിൽ മറ്റേ ഉരയ്ക്കുന്ന യന്ത്രവും ഇല്ല. അതെന്താടോ ആ മിഷൻ മേടിച്ച് വെക്കാത്തെ? അത് പിന്നെ സാറ് എന്താ മേടിച്ച് വെക്കാത്തെന്ന്? മിഷൻ ഉടനെ മേടിച്ച് വെക്കണം കേട്ടോ. ഒരു കറൻസി രഹിത ഇന്ത്യ ആയിരിക്കണം തന്റെ സ്വപ്നം. തൽക്കാലം മിഷൻ വെക്കാത്തതിന്റെ പിഴയായിട്ട് ഒരു 100 അല്ല 200 രൂപ എടുത്തു. 5 പഴംപൊരിയും അലവാങ്കൊണ്ടെങ്കിൽ അതും പെട്ടെന്ന് പോയിട്ട് ചോദിക്കണ്ട. അങ്ങനെ അവനെ തേച്ച്. താ വണ്ടി എടുക്ക്.
പോവാം സാറേ. എന്താ കുട്ടി? അത് പിന്നെ ചേച്ചി ആ സുരേഷ് ഗോപി പോലെ സാറിന്റെ ഭാര്യയല്ലേ? അതെ. ആഹാ, ചേച്ചി എനിക്കൊരു ഉപകാരം ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പാവ സ്മിത, എന്തൊക്കെ പ്രതീക്ഷയോടെ കല്യാണം കഴിച്ച് ഒക്കെ പോയി. അമ്മായിയമ്മയാണത്ര പ്രശ്നം. ഇടി ലോകം ഉണ്ടായ കാലം തൊട്ടുണ്ടായതാ ഈ അമ്മായിയമ്മ മരുമകൾ പോര്. അത് ലോക അവസാനം വരെ ഉണ്ടാവുകയും ചെയ്യും. ദൈവം തമ്പുരാൻ വരെ ആ കേസിന്റെ മുന്നിൽ മുട്ടുമടക്കും. PA ഷിജു സാറ് ആ ചെക്കനെ പ്രൊട്ടക്ട് ചെയ്തോളാന്ന് പറഞ്ഞത്രേ. ആ അപ്പൊ ശരിക്കും കൈക്കൂലി മേടിച്ചാണല്ലോ. ആ ചെക്കൻ കാളിയുടെ ഫ്രണ്ടാണെന്ന്. ഓഹോ, അത് ശരി. ആ അതുകൊണ്ടാ സ്മിത നമ്മളെ കാണാൻ വന്നത്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ ദിനേശ് ചേട്ടന് ഈ കേസ് ഒന്ന് ഒതുക്കി കൊടുക്കണം. എന്തടി നിനക്ക് ഒരു കൈക്കൂലി വല്ലതും തന്നോ? പാവം, ഒരു ജീവിതമല്ലേ ദിനേശ് ചേട്ടാ. ആ നോക്കട്ടെ, ഒന്നിപ്പിക്കാൻ തന്നെടി നമ്മുടെ ഈ ശ്രമം. ആ ചെക്കനെ ഇതുവരെ കൈ കിട്ടിയിട്ടില്ല. അവൻ മുങ്ങി നടക്കുക. ആ CA തന്നെ മുക്കിയതായിരിക്കും. അവൾ എന്നോട് ചോദിക്കുവാ, ആ സുരേഷ് ഗോപിയെ പോലെ ഇരിക്കുന്ന സാറിന്റെ ഭാര്യയല്ലേന്ന്. ആഹാ, അത് ശരി. അപ്പൊ അവക്ക് മണിയടിക്കാനും അറിയാം. മണിയടിയൊന്നും അല്ല, സത്യോ. ആണോ? സുരേഷ് ഗോപി പോലെ അതല്ലേ ഞാൻ കല്യാണം കഴിച്ചേ. ഇനി കുറച്ച് എക്സസൈസ് ഒക്കെ ഒന്ന് ചെയ്യണമല്ലേ? സുരേഷ് ഗോപി ഓർമ്മയുണ്ടോ ഈ മുഖം? അയ്യോ, അമ്മ, ചാടാ. പതുക്കെ തടവടി. അവളും അവളുടെ ഒരു സുരേഷ് ഗോപി. ഞാൻ പറഞ്ഞു ദിനേശ് ചേട്ടനോട് ചെന്ന് കുഴി ചാടാൻ. അതും ചാണക കുഴിയില്. ഞാനൊരു കാര്യം പറയട്ടെ. വേണ്ട, നീ ഒന്നും പറയണ്ട. ഞാൻ പറയും. എന്തുവാ? ദിനേശ് ചേട്ടൻ സുരേഷ് ഗോപിയെ പോലെ നടക്കുന്നത് കാണാനേ നല്ല രസമായിരുന്നു. മതി മതി പൊക്കിയത്. ആ സ്മിതയുടെ കാര്യം പറയാനല്ലേ? നമുക്ക് നോക്കാം. നീ ഒരു കാര്യം ചെയ്യും, മതി തടവിയത്. ആ ഫോണിങ്ങട്. അതെ, അവര് പറഞ്ഞേക്ക് സത്യമാണല്ലോ അല്ലേ? അവസാനം അവര് അമ്മായി അമ്മയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസാവരുത്. അല്ലെന്നേ. ആ ദോ പപ്പ, ഞാനിതിന് വൈകിയേ വരത്തുള്ളൂ. കാലൊന്ന് വിളിക്കി. കാഞ്ചന ചവിട്ടിയൊന്നും അല്ല, ഒരു കുഴിയിൽ വീണതാ. സുരേഷ് ഗോപി കുഴി. ആ അങ്ങനെ ഒരു കുഴി ഉണ്ട്. പിന്നെ താൻ മറ്റേ ആ സ്മിതയുടെ കാര്യം നോക്കണം. ആ പയ്യനെ ഉടനെ ഒന്ന് പൊക്കണം. ആ ഷീസാർ ഇതിനിടയ്ക്ക് കയറിയിട്ടുണ്ട് ആ പയ്യനെ രക്ഷിക്കാൻ. അതിനു മുമ്പ് നമുക്ക് അവനെ പൊക്കണം. ഓ ശരി, അല്ലെങ്കിൽ അങ്ങേരത് കുളമാക്കും. ആ മോഹൻ തോമസിന് ഇതൊക്കെ വെറും ഷിറ്റാ ഷിറ്റ്. ഞങ്ങൾ അന്വേഷിക്കാന്ന് പറഞ്ഞില്ലേ? ആ ഇതൊക്കെ അന്വേഷിക്കലാ പോലീസിന്റെ പണി. ആ ശരി, പറഞ്ഞാലും മനസ്സിലാവില്ലാത്ത. സനൂപേ, ഇങ്ങോട്ട് വന്നേ. എന്താ സാറേ? ഞാൻ എന്തുവാണ് ഇതിൽ ഇത്ര ഗൗരവമായിട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നേ? വാട്സപ്പിൽ വന്ന ഒരു തമാശ വായിച്ച് ചിരിക്കുകയായിരുന്നു. അതറിഞ്ഞാ ഞങ്ങളും കൂടെ ഒന്ന് ചിരിക്കായിരുന്നു. അതെ, ഒരു പുരുഷൻ മഴയത്ത് നടന്നു വരികയായിരുന്നു. അത് കണ്ട് സുന്ദരിയായ ഒരു സ്ത്രീ, നിങ്ങൾക്ക് എന്റെ കുടയിൽ കയറിക്കൂടെ? പുരുഷൻ, വേണ്ട നന്ദി സഹോദരി. എന്തുകൊണ്ട് അയാൾ നടന്നകന്നു? ഇതാണോ വലിയ തമാശ? എന്തുകൊണ്ട് അയാൾ കുടയിൽ കയറിയില്ല? അതെ, കാലാവസ്ഥ ഒട്ടും ശരിയല്ല എന്ന് അറിയാവുന്നതുകൊണ്ട്. അല്ല. എന്നാ പിന്നെ ഞാൻ പറയാം. ആ സ്ത്രീ എന്നെ പോലൊരു വനിതാ പോലീസായിരുന്നു. അതെ, എന്നാ പിന്നെ താൻ തന്നെ പറയടോ. പറയട്ടെ പറയട്ടെ പുറകെ അയാളുടെ ഭാര്യ വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞോ? എനിക്ക് വയ്യ. അതെ, അടുത്തോളം തുടങ്ങിയല്ലോ. എടോ, മറ്റേ ആ ഗാർഹിക പീഡന കേസിലെ പയ്യനെ ഉടനെ പോക്കണം. ഏതാ സാറേ? ആ സ്മിത എന്ന് പറഞ്ഞ സ്ത്രീ തന്ന പരാതിയില്ലേ? പയ്യന്റെ പേര് രതീഷ് എന്നാ. ആ രതീഷ്. ആ അത് തന്നെ.
പപ്പൻ സാറേ, സനൂപ, ആ പയ്യന്റെ വീട്ടിലെ അവന്റെ തള്ള മാത്രമേ ഉള്ളൂ. ഒരു വല്ലാത്ത സാധനം, ഭയങ്കര ഷോയ അവര് പറയുക കാര്യങ്ങളെല്ലാം നേരിട്ട് ഷിജു സാറിനോട് പറഞ്ഞിട്ടുണ്ടെന്ന്. ആ മകന് സൗകര്യമുള്ളപ്പോ സ്റ്റേഷനിൽ വന്നോളാന്ന്. അവരെ അങ്ങ് പൊക്കട്ടെ സാറേ, സ്റ്റേഷനിൽ കൊണ്ടുപോയി 2 പൊട്ടിക്കാന്നേ. ആ വനിതാ പോലീസ് ഒന്നും വേണ്ട, ആണുങ്ങൾ തന്നെ വേണം അവരെ പൊക്കാൻ. ആണോ? ഓ എന്നാ പിന്നെ വിട്ടേക്കാം സാറേ. വാ പോവാം. തൽക്കാലം നമ്മളൊന്നും ചെയ്യണ്ടെന്ന്. ദിനേശൻ സാറ് വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാന്ന്. വാ കേറ്. നോക്കിക്കോ, അവരെ ഞാൻ വാട്സാപ്പിലൂടെ നാച്ചിക്കും. കുട്ടി, ശരീര ഐക്യത്തിലൂടെ ആത്മീയ ഐക്യം പ്രാപിക്കുക എന്നുള്ളതാണ് വിവാഹത്തിന്റെ ആദർശം. അത് ശരി. എന്റെ ഉഷ, ഇത് ഞാൻ പറഞ്ഞതല്ല, മഹാത്മാഗാന്ധിജി പറഞ്ഞതാ. എനിക്ക് തോന്നി. അല്ല പപ്പ സാറേ, ഗാന്ധിജി ഇൻഷുറൻസിനെ പറ്റി വല്ലതും പറഞ്ഞായിരുന്നോ? എങ്കിൽ നമ്മുടെ ഷീല മാഡത്തിനൊരു സഹായമായിരുന്നു. അതെ, ഷീലയുടെ കാര്യം ഷീല നോക്കിക്കോളും കേട്ടോ. അല്ല സാറേ, ഈ ഫേസ്ബുക്കിനെ കുറിച്ച് ഗാന്ധിജി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഗാന്ധിജി സസ്യഭുക്കുകളെയും മാംസഭുക്കുകളെയും പറ്റി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ ഫേസ്ബുക്കുകളെ പറ്റി പറഞ്ഞിട്ടില്ല. അല്ല, അന്ന് ഈ ബുക്ക് ഇല്ലായിരുന്നല്ലോ സാറേ. അതിനിത് ബുക്കല്ലേ, മുഖപുസ്തകം, അല്ലാതെ ബുക്കല്ലല്ലോ. 24 മണിക്കൂറും ഇത് തിന്നോണ്ടിരിക്കുന്നവരെ അങ്ങനെയും പറയാം. എനിക്കും തോന്നി ഒരു കോമാളി ലുക്ക്. ആരാണ് സാർ? എസ് ഐ ഇല്ലേ? ഇല്ല സാർ, സാറ് പുറത്തു പോയിരിക്കുക. എന്താ സാർ കാര്യം? എപ്പോ വരും? അതിപ്പോ പറയാൻ പറ്റില്ല. സാറ് ആരാണാവോ? അതെന്താ പറയാൻ പറ്റാത്ത? സാറിനെ പേഴ്സണലായിട്ട് കാണാൻ വന്നിരിക്കുക. ഐ ആം രതീഷ്, നിങ്ങളുടെ CI ഷിജു ഡാനിയലിന്റെ വൈഫിന്റെ ക്ലാസ്മേറ്റാ. ഓ, താങ്കളാണല്ലേ ആ ഗാർഹിക പീഡന കേസിലെ പ്രതി? ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല. എന്നിട്ട് താങ്കൾ ഭാര്യയെ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടെന്നാണല്ലോ ഞങ്ങൾക്ക് കിട്ടിയ പരാതി. ഭാര്യമാരെ തല്ലണം, എന്നാലേ അവർ അടങ്ങി ഒതുങ്ങി ജീവിക്കൂ. ഇതാരാ പറഞ്ഞത്? എന്റെ അമ്മ. ഇതാരാ പറഞ്ഞത്? എന്റെ അമ്മ. സ്ത്രീധനത്തിന്റെ പേരിലല്ലേ താങ്കളും മാതാവും ആ കുട്ടിയെ ഉപദ്രവിക്കുന്നത്? പറഞ്ഞ സ്ത്രീധനം തരാതിരുന്നാ പിന്നെ അമ്മയ്ക്ക് ദേഷ്യം വരില്ലേ? പിന്നെ അമ്മയ്ക്ക് ദേഷ്യം വരൂലേ? അയ്യോ സാറേ, ഈ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമല്ലേ? പിന്നെ കുറ്റം എന്നും പറഞ്ഞ് ആരും മേടിക്കാതെയും കൊടുക്കാതെ ഇരിക്കുക. ഈ നിയമവും പറഞ്ഞ് നടക്കുന്നവരുടെ കുടുംബത്തെ കല്യാണത്തിന് ചെന്നാ കാണാം ഉത്സവത്തിന് ആന നിൽക്കുന്നത് പോലെ സ്വർണ്ണമിട്ട് പെമ്പിള്ളാര് നിൽക്കുന്നത്. സാറിന്റെ വീട്ടുകാർ കൊടുത്തില്ലേ സ്ത്രീധനം? ഇല്ലേ? പറ. എന്നിട്ട് ചുമ്മാ ഡയലോഗ് അടിച്ചോളൂ. ഇവനാളെ കൊള്ളാലോ പപ്പൻ സാറേ. സ്ത്രീധനം കൂടെ കൊടുത്തില്ലേ നിങ്ങൾ ആരെങ്കിലും കെട്ടു? ഇല്ല. സത്യം പറയാലോ, ഞാൻ കെട്ടിയതേ സ്ത്രീധനം മേടിക്കാൻ തന്നെ. ഇനി സ്ത്രീധനം എത്ര തരാന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളെ കെട്ടില്ല. പാന്റും ഷർട്ടും ഇട്ട് കിടക്കുന്ന പെമ്പിള്ളാരൊന്നും ശരിയല്ലെന്നാ അമ്മ പറയുന്നത്. സാറേ, ഇവന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഷിജു സാറിന്റെ ആളാണെന്നല്ലേ പറഞ്ഞ, വിട്ടേക്ക്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ ഇപ്പൊ ഇത്തിരി കൂടുതലാ, അറിയാലോ. പിന്നെ ശിക്ഷ ഇതൊക്കെ സാധാരണക്കാർക്കല്ലേ. കാശുള്ളവൻ എന്തും ചെയ്യാം, കക്കാം, മോഷ്ടിക്കാം, പീഡിപ്പിക്കാം, അഴിമതി കാണിക്കാം, കൊല്ലാം, ഒരു പ്രശ്നവുമില്ല. പാവങ്ങൾ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചാ കുറ്റം, 2 പെഗ് അടിച്ചോണ്ട് റോഡിൽ ഇറങ്ങിയ കുഴപ്പം, പെണ്ണുങ്ങളെ ഒന്ന് നോക്കിയാ കുറ്റം. നാണമില്ലല്ലോ സാറേ ഇത് പറയാൻ. കൈക്കൂലെടുത്താ കമഴ്ന്ന് വീഴാത്ത എത്ര പോലീസുകാരുണ്ട് ഇവിടെ? പറ. സാറേ, ഒരല്പം മര്യാദയ്ക്ക് സംസാരിക്കണം. എന്ത് മര്യാദ? ഈ സ്റ്റേഷനിൽ തന്നെ ആ CI ഷിജു ഒഴിച്ച് മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഒക്കെ എനിക്കറിയാം. കുറച്ചു പേര് ഫുൾ ടൈം മൊബൈൽ കളിക്കും, കുറച്ചു പേർക്ക് ഇൻഷുറൻസ് പരിപാടി. സാറാണെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തൊരു സംശയ രോഗി. സാറേ,
സാറിന്റെ ആളെന്ന് പറഞ്ഞ ഒരുത്തൻ ഇവിടെ പോലീസുകാരെ മുഴുവൻ തെറി പറയുന്നു. ദിസ് ഇസ് ടു മച്ച് സാർ. ഒരു രതീഷ് 3-4 പിരി ലൂസായി കിടക്കുന്ന ടീമാ. 10 പൈസയുടെ ഗുണവുമില്ല. നല്ല 4 പെരുക്ക് കൊടുത്തങ്ങ് വിട്ടേക്ക്. വേണ്ട വേണ്ട, കേസൊന്നും കൊടുക്കണ്ട. ഓ, എന്റെ കാളിയുടെ കൂടെ പഠിച്ച തെണ്ടിയാ അത്. അറിയാലോ എന്റെ സ്വഭാവം. യാതൊരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിനുണ്ടാക്കാൻ പാടില്ല. അയ്യോ, അതെന്റെ വൈഫിന്റെ ക്ലാസ്മേറ്റ്. ആ കാളി ഇവിടെ ഉണ്ടായിരുന്നു. എന്തായി രതീഷിന്റെ കേസ്? ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ പുഷ്പം പോലെ ഇറക്കി വിടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോരെ? മതി. ആ, സത്യസന്ധമായി ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നിനക്ക് ഷിജു സാറിന് മാത്രമേ അറിയാവൂ അല്ലടാ? അടി കിട്ടിയോ? ഇങ്ങോട്ട് വരാ. നിനക്ക് കാക്കിയിട്ടവരെ നീ കളിയാക്കുവല്ലടാ. ഇങ്ങോട്ട് വരാ. അടിക്കരുത് സാറേ. ഭാര്യയെ പിടിപ്പിക്കില്ലടാ. ചെറിയ ബ്രേക്ക് കൊടുക്കാം. അതാ കൊടുത്തിരിക്കുന്നത്. പാവം, ഇത്ര ഇടികൊള്ളുള്ള ശരീരമൊന്നും ഇല്ലല്ലോ. നീ എന്താ പറഞ്ഞേ? പാൻറിട്ട പെണ്ണുങ്ങൾ പ്രശ്നക്കാരാണോ? പ്രശ്നക്കാരാണോ? പോലീസുകാരെ ഇവിടെ കളിയാക്കുമല്ലടാ. എടാ, നിനക്ക് കിട്ടിയ സ്ത്രീധനൊന്നും പോരല്ല, ഞാൻ തരാടാ. അയ്യോ തല്ലല്ലേ സാറേ, ഞാൻ CI ഷിജു സാറിന്റെ ആളാ. ഷിജു സാറിന്റെ ആളാ. അയ്യോ, ആ രതീഷ് ഇന്നലെ അങ്ങ് പോയല്ലോ. അയ്യോ, ഞാനാ സാറേ ഒറിജിനൽ രതീഷ്. നോണ പറയുന്നോടാ. ഇനി നീ കല്യാണം കഴിച്ചോണ്ട് വന്ന പെണ്ണിനെ തല്ലൂടാ. അമ്മ പറഞ്ഞിട്ടാ സാറേ തല്ലേ. അമ്മ പറഞ്ഞാ നീ തല്ലൂലോ നിന്റെ അമ്മയുടെ. ഇല്ല, തല്ലത്തില്ല സാറേ. ഈ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റമല്ലയോടാ? അതെ അതെ. അഥവാ ഇനി പെണ്ണ് സ്വർണവും പണവും കൊണ്ടുവന്നാൽ അത് ആരുടെ ആടാ? ചെറുക്കന്റെ. അല്ല, പെണ്ണിന്റെ. ആണല്ലോ. അതെ അതെ. മാനവും മര്യാദയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ആ സ്വർണം നമുക്ക് ഉപയോഗിക്കാം. ആണുങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഞാൻ പാവം പെണ്ണിന്റെ ദേഹത്ത് കൈവെക്കോടാ. ഇല്ല സാറേ, ഒരിക്കലും ഇല്ല. നീ ദേഹത്ത് കൈയൊക്കെ വെച്ചോ, പക്ഷെ അത് ഉപദ്രവിക്കാനാകരുത്. അയ്യോ, പോകരുത്. അയ്യോ, അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനാ? പിന്നെ അതെ, നല്ല സ്ത്രീധനം തരാം. അതായത് 100 പവനും 5 ലക്ഷം രൂപയും. നീ എന്നെ ഒന്ന് കെട്ടാവോടാ? ഞാൻ വേറെ കെട്ടിപ്പോയില്ലേ സാറേ? അല്ലെങ്കിൽ നീ എന്നെ കെട്ടുവാരോ? അയ്യോ, ഒരു കാര്യം കൂടെ പറയട്ടെ, അവിടെ നില്ലേ. ഇനി കാളിമേളം ചോദിച്ചാൽ നീ എന്തോ പറയും? അത് പിന്നെ നിന്നെ പുഷ്പം പോലെ കേസ് ചെയ്യുന്ന ഊരിവിട്ടെന്ന് പറയണം. മേഡത്തിന്റെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് എന്തോ പറയും? പുഷ്പം പോലെ ഊരിവിട്ടു. ക്ലാസ്മേറ്റ് ആയതുകൊണ്ട്. അല്ല പിന്നെ അവന്റെ ഒരു ക്ലാസ്മേറ്റ്.